ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് എല്ലാ ഭാഗത്തും മഴയാണ്. പാലക്കാട് നല്ല മഴയാണ്. പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ മഴയാണ്. ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പാലക്കാടൊക്കെ ഇങ്ങനെ മഴ. അല്ലെങ്കിൽ ഇത്രയ്ക്ക് മഴയുണ്ടാവില്ല. നല്ല തണുപ്പും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് പാലക്കാടും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് മഴ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് തിരക്കുകളും വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ചോറിനുള്ള കറികൾ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ പയറ് തോരനാണ് വെക്കുന്നത്. അത് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് നല്ല മഴയാണ്. ഇന്ന് കുട്ടികൾക്ക് ലീവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കാൻ ഇത്തിരി വൈകി. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും 6 മണിയൊക്കെ ആയിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പണിയൊക്കെ ഇത്തിരി വൈകിട്ടാണ് തീരുക. അല്ലെങ്കിൽ 5:30ക്കും 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുക്കളയിലുള്ള പണികളൊക്കെ കഴിയും. ഇപ്പം ഇത്തിരി 6 മണിയൊക്കെ ആകുമ്പോൾ ഇത്തിരി ലേറ്റ് ആവും. അങ്ങനെയാണ്. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, മെല്ലെ പണികളൊക്കെ തീർന്നാൽ മതി വിചാരിച്ചിട്ട് അങ്ങനെ മെല്ലെയാണ് പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിതാ പയറെല്ലാം അരിഞ്ഞു തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ രീതിയിലാണ് പയറ് തോരൻ വെക്കുന്നത്. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒടിച്ചും വെക്കും, അങ്ങനെയും ഞങ്ങൾ വെക്കാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെയാണ് ഇഷ്ടം. വീട്ടിൽ കുട്ടികൾക്കൊക്കെ മറ്റേ രീതിയിലാണ് അധികം ഇഷ്ടം. തേങ്ങ ഇടാത്ത രീതിയിലാണ് ഇഷ്ടം. 2 രീതിയിലും വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഞാൻ കറി വയ്ക്കുന്നത് വാഴയ്ക്ക മോരൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വാഴയ്ക്കയുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി അതൊക്കെ അരച്ച് ചേർത്തിട്ട് ഇത്തിരി തൈരും കൂടി ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കടുക് താളിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ വെക്കാറുണ്ട്, വാഴയ്ക്ക ഇങ്ങനെ വെക്കാറുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി വെക്കുകയാണ്. ഇന്നാണെങ്കിൽ മീൻ വന്നിട്ടില്ല. 2-3 ദിവസമായിട്ട് മീൻകാരനെ കാണാനില്ല. എന്താണെന്നറിയില്ല, മഴയായതുകൊണ്ടായിരിക്കും. മീൻ വരികയാണെങ്കിൽ അതും കൂടി വാങ്ങിയിട്ട് കറി വയ്ക്കുക, വറക്കുക എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ മീൻകാരനെ കാണുന്നില്ല. വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. വരികയാണെങ്കിൽ മീൻ കൂടി വാങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയറ് തോരന് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലത്തെ ചായ വയ്ക്കുകയാണ്. 7:30ക്ക് ഞങ്ങൾ ചായ വയ്ക്കും. ചായ മാത്രം കുടിക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായയൊന്നും കുടിക്കാറില്ല. ചൂടുവെള്ളം തിളപ്പിച്ചത് അങ്ങനെയാണ് പതിവ് കേട്ടോ. അപ്പോൾ ചായ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ആവുന്നുണ്ട്. അപ്പം ചായ കൂടി കുടിക്കട്ടെ. അപ്പോൾ ഈ ചായ ഞങ്ങൾ എല്ലാ ദിവസവും 7:30ക്ക് വയ്ക്കും. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റോ റസ്കോ ബ്രെഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും 2 കൂടി കഴിക്കും. പിന്നെ ഒരു 9 മണി, 8:30, 9 മണി, ചില ദിവസങ്ങൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ചില ദിവസങ്ങളിൽ 8:30ക്ക് കഴിക്കും. അങ്ങനെയാണ്. 8:30 ആകുമ്പോഴത്തേനും എല്ലാം ആവും കേട്ടോ. ചില സമയങ്ങളിൽ ഇത്തിരി വൈകാറുണ്ട്. അപ്പം ചായ കുടിച്ചു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ രാവിലത്തെ ഭക്ഷണമാണെങ്കിലും ഉച്ചയ്ക്കത്തെ ഭക്ഷണമാണെങ്കിലും വൈകുന്നേരത്തെ ഭക്ഷണമാണെങ്കിലും നമ്മൾ കറക്റ്റ് സമയത്ത് കുറച്ചാണെങ്കിൽ കുറച്ച് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ സമയം തെറ്റി കഴിക്കുമ്പോഴാണ് പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്. അത് സമയത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ സമയത്ത് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇത്തിരി തിരക്കൊക്കെ ആണെങ്കിൽ മാത്രമേ വൈകാറുള്ളൂ. എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ചോറായിട്ടുണ്ട്. പയറ് തോരൻ, പിന്നെ ഇത് മോരുകറി കേട്ടോ. മോരുകറി ആയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയാണ്, അതായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, അതും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്.
അതാണ് ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഇത്തിരി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.